കാട്ടിൽ മൃഗങ്ങൾ വർദ്ധിച്ചിട്ട് അവ നാട്ടിൽ കയറി ജനങ്ങളെ ആക്രമിക്കത്തക്ക വിധത്തിൽ മൃഗങ്ങൾ കാട്ടിൽ പെരുകുമ്പോൾ കുറേ മൃഗങ്ങളെ കൊന്ന് അവയെ ഒതുക്കേണ്ട ആവശ്യം എന്തിന് ഉണ്ട്? രാജ്യത്തിലെ പ്രജാപരിപാലനം നടത്തുന്ന രാജാവിനുണ്ട്. വൈരം വിന രൗദ്രത എന്നുള്ള ധർമ്മലോപല്ലേ? അതെ. അപ്പോൾ അത് ചെയ്യേണ്ട ചുമതല രാജാവിനാണ് ഉള്ളത്. ആ സമയത്ത് നടത്തുന്ന നായാട്ട് എന്തായിരിക്കും? അത് ധാർമ്മികമായിരിക്കും, നൈതികമായിരിക്കും, അത് എല്ലാവരും അനുവർത്തിച്ചു പോരുന്നതാണ്. വ്യാസൻ പറയും, ഹിംസയില്ലാതെ, ചെറിയ ഒരു ഹിംസയെങ്കിലും ഇല്ലാതെ മനുഷ്യജീവിതം സാധ്യമല്ല. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്ന ഹിംസ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇപ്പം ഞാൻ ചീര പറിച്ച് കറി വെച്ച് കൂട്ടുന്നു, ചീരയുടെ ജീവൻ പോകുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള സസ്യവർഗത്തിലെ ചെടികൾ എൻ്റെ ആഹാരത്തിന് ഞാൻ ഉപയുക്തമാക്കുന്നു, അവയുടെ എല്ലാം ജീവൻ പോകുന്നു. ഇത് നിവൃത്തിയില്ല. ഇത് നമുക്ക് പരിമിതപ്പെടുത്തി നിർത്താമെന്നുള്ളതല്ലാതെ ഇതിനെ പരിപൂർണമായി നമുക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത്തരം ഹിംസ ചെയ്യുന്നതിനെ ഹിംസയുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല വ്യാസൻ. അത് അനുവദനീയമായ ഹിംസയാണ്. അത് ചെയ്യാതെ ജന്തുക്കൾക്ക് ജീവിതം സാധ്യമല്ല. അടിസ്ഥാനപരമായ ജീവി മനുഷ്യനല്ല. ജീവിവർഗത്തിൻ്റെ മകുടവും മനുഷ്യനല്ല. ജീവിവർഗത്തിലെ ഉന്നതവർഗവും മനുഷ്യനല്ല. മനുഷ്യന് ബുദ്ധിയുണ്ട് എന്നത് മാത്രമാണ്. ആ ബുദ്ധി കൊണ്ട് തന്നെയാണ് അവന് പരിഹരിക്കാൻ വയ്യാത്ത വിപത്തുകളിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന ജീവിവർഗം സസ്യങ്ങളാണ്. കാരണം സസ്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നു. മൃഗങ്ങൾക്കും സസ്യങ്ങളെ ആശ്രയിക്കണം ജീവിക്കാൻ. അപ്പോൾ ആശ്രയിക്കാതെ, പരാശ്രയം കൂടാതെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയെ മാത്രം ആസ്പദമാക്കി ജീവിക്കുന്നത്, സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നത്, സ്വന്തമായ ആഹാരം പചിച്ചെടുക്കുന്ന ജീവിയാണ് അടിസ്ഥാന ജീവിവർഗം. പിന്നെ ദുർഗന്ധമില്ലാത്തതും ചെടികൾക്കാണ്. വളരെ അപൂർവം ചെടികൾക്കേ ദുർഗന്ധമുള്ളൂ. അതിനകത്ത് ചില ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ആ ദുർഗന്ധം വരുന്നത്. വളരെ അപൂർവം ചെടികൾക്കാണ് ദുർഗന്ധം. ഈ ദുർഗന്ധമുള്ള അപൂർവം ചെടികളുടെ പോലും പൂക്കൾക്ക് ദുർഗന്ധമില്ല. ചില പൂക്കൾക്ക് ഗന്ധമില്ലെന്നേ ഉള്ളൂ. ഗന്ധമില്ലെന്നല്ല, അതിന് ഗന്ധമുണ്ട്. ആ ഗന്ധം വാസനിച്ചറിയാനുള്ള ഘ്രാണശേഷി നമ്മുടെ മൂക്കിനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ലോകത്തെവിടെയെങ്കിലും സ്വാഭാവികമായി സുഗന്ധമുണ്ടാകുമെങ്കിൽ അത് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ചെടികളിൽ നിന്നാണ്, സസ്യവർഗ്ഗങ്ങളിൽ നിന്നാണ്. മനുഷ്യരിൽ നിന്നുണ്ടാകുന്നത് സഹിക്കാൻ വയ്യാത്ത നാറ്റമാണ്. മൃഗങ്ങൾക്കുമുണ്ട് ഈ നാറ്റം. പിന്നെ അപൂർവം ചില ഈ കസ്തൂരി മാനിനൊക്കെ ഉള്ള മാനിൽ നിന്നുള്ള അതിൻ്റെ ഒരു വിസർജ്യ പദാർത്ഥത്തിന് സുഗന്ധമുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ദുർഗന്ധമില്ലാത്ത ജീവി യഥാർത്ഥത്തിൽ സസ്യങ്ങളാണ്. അതുകൊണ്ട് സസ്യമാണ് അടിസ്ഥാന ജീവിവർഗം എന്ന സങ്കല്പമാണ് വ്യാസനുള്ളത്.